ഹലോ, കഴിഞ്ഞ ദിവസം 2 ഞാലിപ്പൂവൻ വാഴ ഞാൻ പിരിച്ചു മാറ്റിയായിരുന്നല്ലോ. മാൽനറിഷ്ഡായ, അതായത് TB വന്ന പോലെ ഇരിക്കുന്ന 2 ഞാലിപ്പൂവൻ. സോ അവന്മാരെ 2 അങ്ങോട്ട് കുഴിച്ചു വെക്കാമെന്ന് ഓർത്ത്. ഏത്തവാഴ കിളുത്ത് നിൽക്കുന്ന കണ്ടപ്പം തന്നെ ഒരു സന്തോഷം. അതുപോലെ ഇവനെയും കിളിപ്പിക്കാം. ഇത്ര വലിയ കുഴി എന്നെക്കൊണ്ട് കുഴിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെൻ്റെ ഹസ്ബൻഡാണ് കുഴിച്ച പകുതി. എന്നിട്ട് കുഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തന്നു. ഞാനപ്പം വളമെല്ലാം ഇട്ട് തൈകളൊക്കെ എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ വെക്കുന്നത്. പ്രാർത്ഥിച്ചൊക്കെ വെക്കും കേട്ടോ. അതാണെങ്കിലും കിളിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച് വീട് വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ചെടികൾ വെക്കുമ്പോഴും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ചെടിക്കും ആരോഗ്യം ഉണ്ടാവും. പാവങ്ങൾ ജീവിക്കട്ടെ. കുറച്ച് പയർ അവിടെ നിൽപ്പുണ്ടായിരുന്നു കിളുത്തെ. അതിൻ്റെ വിത്തൂടെ അതിൻ്റെ കൂടെ കണ്ടെന്നാൽ പിന്നെ അതുകൂടെ അങ്ങ് ഇട്ടേക്കാമെന്ന് ഓർത്ത് ഒരെണ്ണം ഇങ്ങേ സൈഡിലും വെച്ച്. അപ്പോൾ ഈ ഹൈദരാബാദിലുള്ളവരോർക്ക് ഈ ഏത്തവാഴ കൊലയ്ക്കും ഇതെന്നാ വാഴയാടാ, ഇതെന്നാ കൊലയാടാന്ന് ഓർക്കും എല്ലാവരും കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു സാധനം ഇല്ല. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്.